EOD എന്ന് പറഞ്ഞില്ലേ? എടാ എൻഡ് ഓഫ് ഡിസംബർ അല്ല, എൻഡ് ഓഫ് ഡേ. നിനക്കൊന്നും അത്രയ്ക്ക് മൊണ്ടയൊന്നുമില്ലയോ? എന്തിനാ നീ ഇവിടെ ജോലി ചെയ്യുന്നത്? എന്റെ ജോലി പൂർണ്ണമാക്കും. എനിക്കറിയില്ല കഷ്ടപ്പാട്. ഞാൻ ദൈവത്തിന്റെ സ്വന്തം മാലാഖ ഗബ്രിയേൽ. നീ കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന മെർലിനെ ഉടൻ തന്നെ നീ വിവാഹം കഴിക്കണം. അവൾ പരിശുദ്ധാത്മാവ് മൂലം ഗർഭം ധരിക്കും. നിങ്ങളുടെ മകൻ വലിയവനാണ്, അത്യുന്നതന്റെ മകനെന്ന് അവൻ അറിയപ്പെടും. അതെ, എനിക്ക് ഈ മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ ഇഷ്ടമാണ്. അവരുടെ സിനിമ ബ്രോഡാഡി അതും ഇഷ്ടമാണ്. ആ കൺസെപ്റ്റ് ഇവിടെ ഇറക്കണം. എനിക്ക് കുറെ ജോലിയായിട്ട് പോരണം, കുറെ ഗോൾസ് ഉണ്ട്, ടാർഗറ്റ് ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇതൂടെ വന്നു കഴിഞ്ഞാല് ഞാൻ കട്ടപ്പോകയാണ്. പിന്നെ വേറെ നാടൻകേട് വേറെ. എനിക്കൊന്നും വയ്യ. എനിക്ക് ഇനി 2 മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ളതാ. സമയം ഒട്ടുമില്ല. യു മേ പ്ലീസ് ഗോ. മിസ്റ്റർ ജോയെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കേട്ടോ. ഞാനിവിടെ നിങ്ങളെ അനുസരിക്കാൻ വന്നതല്ല, ദൈവത്തിന്റെ തീരുമാനം അറിയിക്കാൻ വന്നതാ. അല്ല പിന്നെ കുറെ നേരമായി ഒരു കരിയർ, കുറെ പ്രസ്റ്റീജ് ഇഷ്യൂ, കുറെ സോഷ്യൽ മീഡിയ. എടോ, ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ദൈവത്തിന്റെ സാന്നിധ്യം അറിയാൻ നിങ്ങൾ കൂടുതൽ അടുക്കുക. ദൈവത്തിന്റെ ഹിതം അറിയാൻ അവനോട് കൂടെ നടക്കുക. നിങ്ങൾ പല പാതയിലൂടെ നടക്കുമ്പോൾ നിങ്ങളുടെ കാലുകൾ ഇടരാതിരിക്കാൻ അവനോട് പ്രാർത്ഥിക്കുക. പിന്നെ മതി ഈ പണവും പ്രതാപവും ഒക്കെ. മെർലിന്റെ ഒരു ബന്ധുവും സുഹൃത്തുമാണ്. വിഷമിക്കേണ്ട, ഈ പെൺകുട്ടി ഇപ്പം കരയുന്നത് ഏതോ സീരിയൽ കണ്ടിട്ടാണ്. നിന്നെ കണ്ടിട്ട് എത്ര നാളായി? എന്താണ് വിശേഷം? വിശേഷമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടാവല്ലോ. കണ്ടപ്പോ എന്നെ കുഞ്ഞു തുള്ളിച്ചടന്നു. സത്യം പറ, നിനക്കും ഉണ്ടോ വിശേഷം? എനിക്ക് വളരെ സന്തോഷായി. നമ്മുടെ കുടുംബത്തിൽ 2 പേരും നല്ല സന്തോഷം. പക്ഷെ ഈ സമയം നമ്മൾ ആഘോഷിക്കണ്ടേ? ശരിയാ ശരിയാ. അത് നമുക്കൊരു ഫോട്ടോഷൂട്ട് ആയാലോ? അതാ മുഖ്യം. ഒരു ഫോട്ടോ ഒക്കെ വേണം. ഇപ്പൊ നമുക്ക് മെറ്റർണിറ്റി ഫോട്ടോഷൂട്ട് പോവാം. മെറ്റർണിറ്റി പോവാം. യോജന കാലം കഴിയുന്തോറും മെർലിനും ജോവും ഒരുമിച്ച് ജീവിതത്തിന്റെ സ്ഥിരത കണ്ടെത്തി. കുഞ്ഞിന്റെ ജനനത്തിനായി തയ്യാറായി. ഋതുക്കൾ മാറി. വസന്തം പുതിയ തുടക്കം. എനിക്ക് വയ്യ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഈ സമാധാനപ്പാട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഓല ഒന്നും കിട്ടുന്നില്ല. ഇവിടെ നിങ്ങൾ റേഞ്ച് പോലും ഇല്ല. എന്താ ചെയ്യും? ഏതേലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, എന്തെങ്കിലും അടുത്ത് കൊണ്ടുപോകും, എവിടെയെങ്കിലും കൊണ്ടുപോകും. ഒരു കാർ പോലും നിർത്തുന്നില്ല. ഇവർക്കൊന്നും മനസാക്ഷി പോലും ഇല്ലയോ? കുറെ നേരമായി തപ്പാൻ തുടങ്ങിയിട്ട്. എന്താ ചെയ്യും? ഒരു പിടി കിട്ടുന്നില്ല. ഞാൻ നോക്കട്ടെ. ശരി. അവിടെ ദൂരെ ഒരു പുഴുത്തോട് കാണുന്നുണ്ട്. തൽക്കാലത്തിൽ നാം അവിടെ ഇരിക്കാം, ഒന്ന് റെസ്റ്റ് ചെയ്യാം. എന്തൊരു കഷ്ടമാണ്. നിങ്ങളാരും ഇവിടെ സഹായിക്കാൻ പോലും ആരും വരുന്നില്ല. ഞാൻ ഇങ്ങ് എങ്ങോട്ട് പോകും? അപ്പനമ്മയോട് കൂടെ അവരെങ്കിലും ഒന്ന് സഹായിച്ചു. ഞാൻ എന്റെ ജോലി ടാർഗറ്റോട്ട് മുന്നോട്ട് പോയി. അവരെ തിരിഞ്ഞു നോക്കിയില്ല. എന്റെ സങ്കടം എനിക്ക് പറയുന്നുണ്ട്.
മോളെ ഞാൻ സഹായിക്കാം. ആരാ നിങ്ങൾ? എനിക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട്, പക്ഷെ ഈ സമയത്ത് സഹായിക്കാൻ ആരുമില്ല. എന്റെ ഒരു അവസ്ഥ ആർക്കും ഫോളോവേഴ്സും പിടിപാടും ഉണ്ടെങ്കിൽ വന്നതും ഈ കാര്യത്തൊരുത്തിൽ ആര് വന്നു നിന്നെ സഹായിക്കാൻ? എല്ലാരും ബിസി ആയിരിക്കും അവരവരുടെ ലോകത്തില്. എന്തോ പറയാനാ മോനെ, ഇത് ദൈവത്തിന്റെ നിയോഗമാണ്. ലോകത്തിൽ ആർക്കും തടയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇത്ര പൈസയും സമ്പത്തും ഉണ്ടായാൽ പോലും അവന്റെ പദ്ധതിയെ ആർക്കും തടയാൻ പറ്റില്ല. ഇപ്പൊ മനസ്സിലായോ മോനെ? മോനെ ഇപ്പൊ മനസ്സിലായെന്ന് കരുതുന്നു. Yes, എന്താണ്? What can I do for you? ഞങ്ങൾ ഗൂഗിൾ മാപ്പ് കാണിച്ച വഴിയിലൂടെ എത്തിയതാണ്. ഞങ്ങളുടെ ട്രസ്റ്റഡ് സോഴ്സസിൽ നിന്ന് ഞങ്ങൾക്കൊരു സീക്രട്ട് മെസ്സേജ് കിട്ടി. ഈ പ്രദേശത്ത് ഒരു ലോക നേതാവ് പിറന്നിട്ടുണ്ട്. അവൻ ഈ ഭൂമിയിൽ രാജാവായി വാഴും. അവന്റെ ജനത്തോട് എല്ലാം മാറി മാറി. അങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ ജയിക്കാൻ പോകുന്നവരും എന്റെ സീക്രട്ട് ഏജൻസി എന്നെ അറിയിച്ചില്ലല്ലോ ഇതുവരെ. ഓക്കെ, വേണമെങ്കിൽ ഞാൻ എന്റെ ഒരു വിശ്വസ്തമായ സെക്യൂരിറ്റി ഓഫീസറെ നിങ്ങളുടെ കൂടെ അയക്കാം. അതിന്റെ ഒരു ആവശ്യമില്ല. വി ഹാവ് ഗൂഗിൾ മാപ്സ്. വിൽ ഫൈൻഡ് ഔട്ട് വേ. ശരി, ഓക്കെ, പോകുന്നു. ഹലോ മിനിസ്റ്റർ, പ്ലീസ് കം. കുറച്ചു മുന്നേ ഇവിടെ 3 വിദ്വാൻമാർ എന്നെ കാണാൻ വന്നു. അവർ പറയുകയാണ്, ഇവിടെ ഈ ലോകത്തിന്റെ രാജാവായി ഒരാൾ ജനിക്കാൻ പോകുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഓക്കെ, ബട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്റെ സീക്രട്ട് ഏജന്റ് വഴി അവരുടെ ബാഗിൽ ഒരു ചിപ്പ് ഒളിപ്പിച്ചു വെച്ചു. അവരെത്തമിടത്തെത്തിയാൽ അവിടെ മൊത്തം ബോംബ് പൊട്ടി ചാമ്പലാവും. ഇവിടെ മൊത്തവും നശിക്കും. എത്ര നിരപരാധികൾ, എത്ര കുഞ്ഞുങ്ങൾ അനാഥരാകും, എല്ലാം നശിക്കും. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഐ വാണ്ട് പവർ. എത്ര നിരപരാധികൾ കൊല്ലപ്പെട്ടാലും, എത്ര കുഞ്ഞുങ്ങൾ അനാഥരായാലും, ഐ വാണ്ട് പവർ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, നമ്മുടെ ചിപ്പ് വർക്ക് ചെയ്യുന്നില്ല. സിസ്റ്റം എല്ലാം ക്രാഷായി. ഇനി എന്ത് ചെയ്യും? Something big is going to happen. വിനു കേൾക്കുന്ന വിനു വിനു കേൾക്കാമോ? വിനു കേൾക്കാമോ? ഞാന് ഇവിടെ ഉള്ള ഒരു വില്ലേജിനടുത്താണ്. ഇവിടെ ഒരു കാലിത്തൊഴുത്തിന് ഒരു കുഞ്ഞ് ജനിച്ചെന്ന് കേട്ട് വന്നതാണ്. നമ്മുടെ സോഴ്സസ് പറഞ്ഞതനുസരിച്ചാൽ
ഈ കുഞ്ഞ് ഇതൊരു അത്ഭുത ജനനമാണ്. ഈ കുഞ്ഞ് ലോകത്തിന്റെ ചരിത്രം തന്നെ മാറ്റി മറിക്കുന്നതാണ്. നമുക്ക് കൂടുതൽ വിശദ വിവരങ്ങൾ ഇവിടെ ഉള്ളവരോട് ആരെങ്കിലും ചോദിക്കാം. അതെ, ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? ആർക്കറിയാം? നിർത്തൂ നിങ്ങളുടെ ഈ ദൈവദൂഷം. ഒരു നിമിഷം ഒന്ന് കാതോർക്കൂ. അറിവും കഴിവും കൂടിയപ്പോൾ നിങ്ങൾ അതിനെ വികൃതമാക്കി. സോഷ്യൽ മീഡിയയിലും മറ്റ് ലൗകിക ചിന്തകളിലും നിങ്ങൾ അടിമപ്പെട്ടു പോവുകയാണ്. ദൈവത്തെ വിളിക്കുവാനോ ദൈവഹിതം തിരിച്ചറിയുവാനോ നിങ്ങൾ ശ്രമിക്കുന്നില്ല. എന്തിനാണ് ഈ അഹങ്കാരം? അറിവുണ്ടെന്ന് അഹങ്കരിക്കരുത്. പരമമായ സത്യത്തെ വിവാദങ്ങളിലൂടെ വികൃതമാക്കരുത്. നിങ്ങളുടെ അറിവ് ദൈവിക പ്രകാശമാണെന്ന് കരുതണം. ആകാശവും ഭൂമിയും എല്ലാം മാറിപ്പോകും. ദൈവത്തിന്റെ വചനം മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന കാര്യം മറക്കരുത്.